ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ കാനഡയ്ക്ക് വിടുന്ന കാര്യമാണ് പാരൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് കാനഡയ്ക്ക് കുട്ടികളെ ഇങ്ങനെ വിടണമെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ കാനഡയ്ക്ക് പോകാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കാനഡയിലേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ്. ഇത് ആരും നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ആ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഫാക്ടർ നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ്. ഭയങ്കര ഹാർഡായിട്ടുള്ള ക്ലൈമറ്റാണ് ശരിക്കും കാനഡയിൽ. 6 മാസം മഞ്ഞ് തന്നെയാണ്. ഇനിയിപ്പോൾ 6 മാസം മഞ്ഞ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പല ആൾക്കാരെ സംബന്ധിച്ച്. മാത്രമല്ല നമുക്കൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും, വെളിയിൽ പോകാൻ പറ്റും, പല പല ആൾക്കാരായിട്ട് സോഷ്യൽ കമ്മ്യൂണിറ്റീസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഇതൊന്നും പോസിബിൾ അല്ല ഇത്രയും ഹാർഡായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളത്. ആ റീസൺ കൊണ്ടാണ് പല ആൾക്കാരും കാനഡ വിട്ട് വെളിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സേഷൻ ഭയങ്കര ഹൈ ആണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് മേടിക്കുന്ന കൺട്രീസിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ കാനഡ എന്നുള്ള കാര്യം. ഈ ടാക്സേഷൻ ഭയങ്കര ഹൈ ആയ കാരണം കൊണ്ട് ടാക്സേഷൻ കുറവുള്ള പല കൺട്രീക്കും ആ നാട്ടിലെ ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പലപ്പോഴും പല വീഡിയോസും പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാക്ടർ നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ്. ലിവിങ് എക്സ്പെൻസ് വളരെ ഹൈ ആണ് ശരിക്കും കാനഡയിൽ. അതിൽ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ഒരു 2000 മുതൽ 3000 കനേഡിയൻ ഡോളറാണ് ഒരു മാസം റവന്യൂ കിട്ടുക. അതിൽ തന്നെ 1250 കനേഡിയൻ ഡോളർ കൊടുക്കേണ്ടി വരും ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പലപ്പോഴും വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരാളുടെ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മൊത്തമായിട്ട് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും കാനഡയിൽ ആവശ്യമായിട്ട് വരികയാണ്. ഫാക്ടർ നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ ഹൈ ആണ്. ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു സംഗതി, ഒരു സാധനം മേടിച്ചത് 100 രൂപയ്ക്കാണ് ഒരു വർഷം മുമ്പ് മേടിച്ചത്. ഇപ്പോൾ അതേ സെയിം സാധനം മേടിക്കണമെങ്കിൽ 200 രൂപയോ അതിൽ മുകളിലോ കൊടുക്കേണ്ടി വരുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് വിലക്കയറ്റം വളരെ ഹൈ ആണ്, എന്നാൽ നമ്മുടെ സാലറി അതിനനുസരിച്ചിട്ട് ഉയരുന്നില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാനഡ വിടുന്നതിന്റെ ഒരു കാരണമായിട്ട് മൈഗ്രൻസ് പറയുന്നത്. ഫാക്ടർ നമ്പർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ട് പലപ്പോഴും ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ പഠിച്ചിട്ട് അവിടെ ചെന്ന് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടുന്നില്ല. ബാങ്കിൽ ജോലി ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ബാങ്കിൽ തന്നെ ചിലപ്പോൾ ജോലി ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ അവിടുത്തെ ചെറിയ ചെറിയ ജോലികളിൽ അവിടെ ചെയ്യേണ്ടി വരും. അത് പലപ്പോഴും പല ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മലയാളികളാണ്, നമ്മുടെ സാഹചര്യങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണ്. നമുക്ക് ഏത് സാഹചര്യത്തിൽ പോയി ജീവിക്കാനും അവിടേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ചെയ്യും. കാനഡയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളൂ, അതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് വീറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ചലോ കാനഡ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. താങ്ക് യു വെരി വെരി മച്ച്.